എല്ലാ പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെയും ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് ഇതുവരെയും ഞാൻ ഈ പ്രോഗ്രാമിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, വിശുദ്ധ വചനം നമ്മുടെ ആധുനിക ജീവിതത്തിൽ നമ്മളെ എപ്രകാരം സ്വാധീനിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങളെ വചനങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ വിലയിരുത്തണം, ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് ഞാനതിനായി എടുത്തിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. 20-ാം അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പറയുന്ന കാര്യങ്ങൾ. നികുതി കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. സീസറിന് നികുതി കൊടുക്കണമോ? ആർക്കെങ്കിലും കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. സീസർ എന്ന് പറഞ്ഞാൽ ആരാ? റോമാ ചക്രവർത്തി. റോമാ ചക്രവർത്തി ആരാ? യഹൂദനല്ല. അദ്ദേഹം പുറജാതിക്കാരനാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ നിഷിദ്ധമാണ് വാസ്തവത്തിൽ. പക്ഷേ ഇവിടെ ഈശോ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതിനാൽ അവർ നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ച് കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു. ഇതാണ് കാര്യം. അതായത് ചോദിക്കാൻ വരുന്നവർ നീതിമാന്മാരെന്ന് ഭാവിക്കുന്നവരാണ്. അവരങ്ങനെയല്ല, കള്ളന്മാരാ ശരിക്കും. മാത്രമല്ല, എന്തിനാണ് അവർ വരുന്നത്? ദേശാധിപതി, അതായത് രാജാവ്, സാമന്ത രാജാവ് അല്ലെങ്കിൽ പ്രഭു എന്നൊക്കെ കരുതിയാൽ മതി, അദ്ദേഹത്തിൻ്റെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ രീതിയിൽ ഇവനെ കൊടുക്കണം. അവനെന്തെങ്കിലും പറയും. നമ്മുടെ പത്രക്കാരൊക്കെ അങ്ങനെയല്ലേ, ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം പറയുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അവസാനം അത് പിടിച്ചിങ്ങനെ അങ്ങ് പോകും. ഇത് തന്നെയാണ് അന്നും ഇന്നും ഒക്കെ ചെയ്തിരുന്നത്, തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇവനെ എങ്ങനെയെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കണം. എന്തിനാ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഏൽപ്പിച്ചു കൊടുക്കുന്നത് മറ്റൊന്നിനുമല്ല, ഇവരുടെ പാരമ്പര്യങ്ങളെയും ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയും അനീതി നിറഞ്ഞ പ്രവർത്തനങ്ങളെയും ഈശോ ചോദ്യം ചെയ്തു. അതുകൊണ്ടാണ് ഈശോ തന്നെ പറയും, യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ, ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ പറ്റില്ല, എന്നാൽ അത് എന്നെ വെറുക്കുന്നു, കാരണം അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ തിന്മയാണെന്ന് പറഞ്ഞാൽ എന്നും എതിർപ്പുണ്ടാകും. അപ്പോൾ അതിനാണ് ഇവർ വന്നിരിക്കുന്നത്, ഇവനെ പിടിക്കാനായിട്ട്. വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു. അവർ അവനോട് പറഞ്ഞു, നല്ല പറ്റിയൊരു കാര്യമാണ് നികുതിയുടെ കാര്യം. കാരണം നികുതി കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നോ പറഞ്ഞ പ്രശ്നമാവും. അവർ അവനോട് പറഞ്ഞു, ഗുരോ, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. അതാണല്ലോ നമ്മളിപ്പോഴും ചെയ്യുന്നത്. ആളിന് 2 പൊക്കങ്ങ് പൊക്കും, മുഖസ്തുതി പറയും. അതിനാണ് ഈ പറയുന്നത്, നീ നല്ല നീതിമാനാണ്, ദൈവത്തിൻ്റെ വഴികൾ പഠിപ്പിക്കുന്നവനാണ്, നീ ഒരു തെറ്റും ചെയ്യലെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ചോദിക്കുന്ന കാര്യം തെറ്റാൻ പാടില്ലല്ലോ. അതാണ് ചോദ്യം, അതാണ് അതിൻ്റെ അർത്ഥം, അതാണ്. അപ്പോൾ നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ പിന്നെ ആദ്യത്തെ മുഖവരിക്ക് അർത്ഥമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇത് വെറും മുഖസ്തുതിയാണെന്നർത്ഥം. ഇവിടെ നമ്മൾ ഓർക്കണം, മുഖസ്തുതി പറഞ്ഞുകൊണ്ട് വരുന്നവരെല്ലാം വിശ്വസിക്കരുത് നമ്മൾ. അവർക്ക് അവരുടേതായ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇവിടെ പിന്നീട് പറയുകയാണ്, അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? അതാണ് ചോദ്യം. കാരണം ഈ നികുതി കൊടുക്കാനുള്ള നാണയത്തിൽ സീസറിൻ്റെ പടമുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ നാണയത്തിൻ്റെ പുറത്ത്, ഏത് രാജ്യത്ത് എന്നെ കേൾക്കുന്നവർക്കും അറിയാം, അതാത് രാജ്യങ്ങളുടെ നാണയത്തിൻ്റെയും നോട്ടിൻ്റെയൊക്കെ പുറത്ത് ചില പടങ്ങളുണ്ടാകും. അന്നത്തെ കാലത്ത് അത് രാജാവിൻ്റെ അല്ലെ ചക്രവർത്തിയുടെ പടമാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രതിമ അല്ലെ പടമുള്ളത് നിഷിദ്ധമാണ്. അതുകൊണ്ട് ആ നാണയം തൊടാൻ പോലും പറ്റില്ല.
നികുതി കൊടുക്കുന്നത് ഒരു പ്രജാതിക്കാരനായതുകൊണ്ട് അതിലും വലിയ പാപമാണ്. ഇവർ ഈ പറഞ്ഞ മുഖസ്തുതി അനുസരിച്ച് ഈശോ പറയണം. എന്ത് പറയണം? നികുതി കൊടുക്കുന്നത് ശരിയല്ലെന്ന്. അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ ഈശോ പറഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് കാരണമായി ദേശാധിപതി കേൾപ്പിച്ചു കൊടുക്കും. കാരണം ഇവൻ നികുതി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് അവരെ സംബന്ധിച്ച്, റോമാക്കാരെ സംബന്ധിച്ച് വലിയ കുറ്റമാണതെല്ലാം. അതുകൊണ്ട് ഇവിടെ ചോദ്യം ഇതാണ്: സീസറിന് ഞങ്ങൾ നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? ഏത് നിയമമാണ്? യഹൂദന്മാരുടെ നിയമാനുസൃതമാണോ എന്നാണ് ചോദിക്കുന്നത്. റോമാക്കാരുടെ നിയമമല്ല. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അത് ശരിയല്ല. അപ്പോൾ ഈശോ ശരിയല്ല എന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈശോ അവരുടെ കൗശലം മനസ്സിലാക്കി അവരോട് പറഞ്ഞു. ഈശോയ്ക്ക് ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മനുഷ്യരുടെ മനസ്സുകളൊക്കെ ഈശോയ്ക്ക് അറിയാം. കൗശലം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഒരു പണി ചെയ്യും മക്കളെ. എന്താണത്? നിങ്ങളൊരു ധനാറ എന്നെ കാണിക്കുവിൻ. ആരുടെ രൂപവും ലിഖിതവുമാണിതിലുള്ളത്? ആരുടെ രൂപവും ലിഖിതവുമാണിതിലുള്ളത്? ഒരു ധനാറ കാണി. നിങ്ങളിത് ഉപയോഗിക്കുന്നവരല്ലേ? അതെ. അതിലെഴുതിയിട്ടുണ്ടല്ലോ. അതാരുടെ ലിഖിതമാണ്? അത് ചക്രവർത്തിയുടെയാണ്, റോമാ ചക്രവർത്തി. അത് പടം ആരുടെയാണ്? അത് റോമാ ചക്രവർത്തിയുടെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യണം. അവർ പറഞ്ഞു സീസറിൻ്റേതാണതല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, എങ്കിൽ സീസറിനുള്ളത് സീസറിന് കൊടുത്തേരെ, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുത്തേരെ. വെറുതെ ചുമ്മാ എന്നെ കളിപ്പിക്കാൻ നടക്കരുത് നിങ്ങൾ. അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ള ഉത്തരം പറഞ്ഞ് എന്നെ പിടിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. നമുക്കറിയാം അവസാനം വരെ അവരുടെ ശ്രമം ഇതിനായിരുന്നു. അങ്ങനെ അവർ കള്ളസാക്ഷിയൊക്കെ പറഞ്ഞ് ഈശോയെ പിടിപ്പിച്ചു. അത് വേറെ കാര്യം. അവിടെയും സാക്ഷികൾ ഒത്ത് ചേർന്നില്ല. പീലാത്തോസ് അവസാനം കൈ കഴുകി. കാരണം അവിടെ തെളിവൊന്നുമില്ലാഞ്ഞു. അതിൻ്റെ കഥകളെല്ലാം നമുക്കറിയാം. ഞാനിവിടെ പറഞ്ഞു വരുന്നതൊന്നുമല്ല. അതിലുപരിയായിട്ട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ നികുതിയെക്കുറിച്ച്. പിന്നീട് പത്രോസ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മത്തായി 15:22. ആ പറയുന്നത് മറ്റൊന്നുമല്ല, നികുതി കൊടുത്തേ മതിയാകും. പത്രോസിനോട് ചോദിക്കും, പറ പത്രോസേ, മക്കളാണോ മറ്റുള്ളവരാണോ നികുതി കൊടുക്കേണ്ടത്? മക്കൾ കൊടുക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും അവനോട് പറയും, നീ ഒരു പണി ചെയ്യുക, അത് ശരിയല്ല. നീ അവിടെ പോയി കടലിൽ പോയി ഒരു മീനെ പിടിക്കുക, അതിൻ്റെ വായിൽ ഒരു തെനാറ ഉണ്ടാകും, അതെടുത്ത് നികുതി കൊടുക്കുക. നമ്മൾ നിയമം അനുസരിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും പൗരന്മാരാണ്. ഞാനിരുന്ന് സംസാരിക്കുന്ന ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിലാണ്. എനിക്ക് ഈ രാജ്യത്തോട് ഒരു കടമയുണ്ട്. ആ കടമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിലൊന്നാണ് നികുതി കൊടുക്കുക എന്നുള്ളത്. എന്തിനാണ് ഈ നികുതി? നികുതിയെക്കുറിച്ച് പറയുമ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം ശരിയാവണ്ണം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചെലവിനുള്ള പണം കണ്ടെത്തണം. ആ പണം ആര് കൊടുക്കണം? അത് ജനങ്ങൾ കൊടുക്കണം. എങ്ങനെ ജനങ്ങൾ കൊടുക്കണം? അവർ സമ്പാദിക്കുന്നതിൽ നിന്നൊരു വിഹിതം. അതിന് വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളുണ്ടാകും. എല്ലാവരും ഒരേ രീതിയിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു നികുതിയുണ്ട്. ആ നികുതി വിൽപ്പന നികുതി എന്ന് പറയും. ഇതിന്നും തുടങ്ങിയതൊന്നുമല്ല, എല്ലാ കാലങ്ങളും ഉണ്ടാകും. അപ്പോൾ ആ സാധനങ്ങൾ കൂടുതൽ വാങ്ങുന്നവർ കൂടുതൽ നികുതി കൊടുക്കണം, കുറച്ച് വാങ്ങുന്നവർ കുറച്ച് കൊടുത്താൽ മതി. കാലാകാലങ്ങളിൽ നികുതികളൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണ്. ഈ നികുതി വെട്ടിപ്പ് എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് ആർക്കും ചേർന്നതല്ല, അതിലുപരി ക്രൈസ്തവർക്ക് ഒട്ടും ചേർന്നതല്ല. നമ്മൾ കച്ചവടം ചെയ്യുന്നവരുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നവരുണ്ടാകും. നികുതി വെട്ടിപ്പ് എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നമ്മളെ സംബന്ധിച്ചത് പാപമാണെന്ന് മനസ്സിലാക്കണം. നികുതി വെട്ടിക്കുന്നത് പാപമാണ്. കാരണം നിയമാനുസൃതം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യണം. നമ്മൾ എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണെന്ന് പറയുന്നത്. നമ്മളാണ് ഗവൺമെൻറ്റുകളെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ തിരഞ്ഞെടുക്കുന്നത്, നമുക്കറിയാം. പക്ഷേ ആ അധികാരമെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് നമ്മളോട് വചനം പറയും, വിശുദ്ധ പൗലോസ് പറയും. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിന് തടസ്സം നിൽക്കാൻ പാടില്ല. നമ്മുടെ ഈ രാജ്യത്ത് എന്തെല്ലാം സംവിധാനങ്ങൾ വേണം, അതിനെല്ലാം പണം വേണ്ടേ? പണം എവിടുന്ന് കണ്ടെത്തും? നമ്മൾ കൊടുക്കാതെ പണമില്ല. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ഈ റോഡുകൾ, പാലങ്ങൾ,
അതുപോലെയുള്ള പൊതു സ്വത്ത് ഇതാരുടെ പണം കൊണ്ടാണ് പണിയുന്നത്? നികുതി കൊടുക്കുന്നവരുടെ നികുതി പണം കൊണ്ടാണ് അത് പണിയുന്നത്. അപ്പോൾ ഈ നികുതി കൊടുക്കാത്തവർ അത് ഉപയോഗിക്കുമ്പോൾ ഈ പാവപ്പെട്ടവരുടെ നിങ്ങൾ ചൂഷണം ചെയ്യുകയല്ലേ ചെയ്യുന്നത്? അത് മോഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്? 5 ലക്ഷവും 10 ലക്ഷവും ശമ്പളം കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതിലേറിയ പങ്കും കള്ളപ്പണമായി വാങ്ങിച്ചിട്ട് നികുതി കൊടുക്കാതിരിക്കുമ്പോൾ ബാക്കിയുള്ളവർ കൊടുക്കുന്ന നികുതി കൊണ്ടുണ്ടാക്കുന്ന ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ നികുതി കൊടുത്തവരെ വീണ്ടും ചൂഷണം ചെയ്യുകയല്ലേ ചെയ്യുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത്. അതുകൊണ്ട് നമുക്ക് നികുതി കൊടുക്കാതിരിക്കാൻ യാതൊരു അവകാശവുമില്ല. നമ്മൾ പറയും എന്തോരം പേര് നികുതി വെട്ടിക്കുന്നു, എന്തോരം പേര് നികുതി കൊടുക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് കാണിക്കുന്നു. മറ്റുള്ളവർ പാപം ചെയ്യുന്നത് നമുക്ക് അനുകരിക്കാൻ പറ്റിയതല്ല. മറ്റുള്ളവരെല്ലാം പാപം ചെയ്യുന്നു, അതുകൊണ്ട് നമ്മളും പാപം ചെയ്യുന്നു. അതൊരു നീതീകരണമല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ പാപമാണ്. അതുകൊണ്ട് നമ്മൾ ക്രൈസ്തവരെങ്കിലും ആ കാര്യത്തിൽ സത്യസന്ധമായിട്ട് പെരുമാറണം എന്ന് നമുക്കെല്ലാം ബോധ്യം വരണം. നമുക്കറിയാം, ഞാൻ ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എന്തുമാത്രം നികുതി വെട്ടിപ്പാണ് നടക്കുന്നത്. ഇന്ത്യയിൽ എന്നും ദാരിദ്ര്യമാണെന്ന് പറയുന്നത്. എത്രയോ സമ്പത്ത് മറ്റു രാജ്യക്കാർ ഇങ്ങോട്ട് തരുന്നുണ്ട് നമ്മളെ സഹായിക്കാൻ. പക്ഷേ നമ്മൾ ഓർക്കണം, ഇവിടെ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. എല്ലാവരും അവരവർ കൊടുക്കേണ്ടതായ നികുതി കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എത്രയോ കൂടുതൽ പണമുണ്ടാകും. നമുക്കറിയാം, നമ്മൾ നികുതി കൊടുക്കാതിരിക്കുമ്പോൾ അത് മറ്റൊരു തരത്തിൽ അനീതിയും ചെയ്യുന്നുണ്ട്. ഒരു വസ്തു വിൽക്കുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ആ വസ്തുവിൻ്റെ പുറത്ത് എഴുതിയിരിക്കും എല്ലാ നികുതികളും ഉൾപ്പെടെ ഇത്ര രൂപ എന്ന്. ഞാനൊരു പാക്കറ്റ് മുട്ടായി വാങ്ങിക്കുമ്പോൾ അത് 150 രൂപയായിരിക്കും അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത്, എല്ലാ നികുതികളും ഉൾപ്പെടെ. പക്ഷേ ഞാൻ ഈ നികുതിയെല്ലാം ഉൾപ്പെടെ കൊടുത്ത് ആ കച്ചവടക്കാരിൽ നിന്ന് ആ സാധനം വാങ്ങിക്കഴിയുമ്പോൾ കച്ചവടക്കാരന് അതിൽ നിന്നുള്ള നികുതി സർക്കാരിന് കൊടുക്കാതെ പിടിച്ചു വയ്ക്കുമ്പോൾ 2 തരത്തിലുള്ള തെറ്റാണ് ചെയ്യുന്നത്. സർക്കാരിനെയും കൊള്ളയടിക്കുന്നു, ഈ സാധനം വാങ്ങിയ ആളെയും കൊള്ളയടിക്കുന്നു. ഇരട്ടി അനീതിയാണ് വരുന്നത്. അതിലൂടെ എന്താ സംഭവിക്കുന്നത്? ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് പണം കേന്ദ്രീകരിക്കപ്പെടുകയാണ്. അവിടെ അനാവശ്യമായ പണമുണ്ടാകുന്നു. ഇയാൾ വാങ്ങിക്കുന്ന ഈ പണം കണക്കില്ലാത്തതായി മാറുന്നു. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ നാട്ടിൽ വിലക്കയറ്റവും അതുപോലെ എല്ലാം ഉണ്ടാകുന്നത്. നമ്മൾ ഓർക്കണം, സത്യസന്ധമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ അത് നികുതിയുടെ കാര്യത്തിലാവാം, മറ്റെന്തിൻ്റെയും കാര്യത്തിലാകാം, അത് തീർച്ചയായിട്ടും തെറ്റാണ്. ഈ രാജ്യത്തിൻ്റെ ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് നികുതി കൊടുക്കുക എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ല കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇവിടുത്തെ ഏതാണ്ട് 72% സർക്കാർ വരുമാനം ശമ്പളത്തിനും പെൻഷനുമായിട്ടാണ് പോകുന്നത്. ബാക്കി എത്ര ശതമാനമുണ്ട്? അതിൻ്റെ ഒരു നേരിയ ശതമാനം മാത്രമേ ഇവിടുത്തെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും ആതുര ശുശ്രൂഷ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ സൗകര്യങ്ങൾ കിട്ടാതെ വളർന്നു വരുന്ന മരിക്കുന്ന തലമുറകൾ, അവരൊക്കെ വാസ്തവത്തിൽ അവരുടെ ആ അവസ്ഥയ്ക്ക് കാരണം ഈ നികുതി കൊടുക്കാത്തവരാണ്, നികുതി വെട്ടിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നൊക്കെ വളരെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ നികുതി വെട്ടിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണക്കാർ നികുതി കൊടുക്കാതിരിക്കാൻ പറയുന്ന ന്യായം വലിയ വമ്പന്മാരൊക്കെ നികുതി വെട്ടിക്കുന്നു എന്നുള്ളതാണ്. വെട്ടിക്കുന്നുണ്ടാകാം, ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവർ വമ്പന്മാർ വെട്ടിച്ചതുകൊണ്ട് നമുക്ക് വെട്ടിക്കാൻ അവകാശമുണ്ടാകുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ നികുതി എല്ലാം കൃത്യമായിട്ട് പിരിച്ചെടുക്കുവാനുള്ള സംവിധാനങ്ങൾ സർക്കാരുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മളതിനോട് സഹകരിച്ച് പോകണമെന്നുള്ളതാണ്. ഇവിടെ യഹൂദന്മാർ അവരുടെ മതവിശ്വാസത്തിന് എതിരായിരുന്നു റോമാ ചക്രവർത്തിക്ക് നികുതി കൊടുക്കുന്നത്. നിയമാനുസൃതമല്ല, അവരുടെ നിയമമനുസരിച്ച് യഹൂദന്മാരുടെ. എങ്കിലും അവർ കൊടുക്കുകയാണ് ചെയ്തത്. അവർക്ക് വേറെ മാർഗമൊന്നുമില്ല കൊടുക്കാതെ. അതുതന്നെ കർത്താവും പറയുന്നു,
മക്കൾ നികുതി കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഈ ലോകത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചേ മതിയാകും. അത് രാഷ്ട്ര നന്മയ്ക്ക് ആവശ്യമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പണമൊക്കെ നോട്ടായിട്ടൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത്. കള്ളപ്പണം എന്ന് നമ്മൾ പറയുന്നത്, കണക്കിൽ ചേർക്കാത്ത പണം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം വലിയ അനീതിയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, നമുക്കറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ടുമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ 15-ാമത്തെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? ആരാണ് നീതിയുള്ളവനെന്നാണ്, ആരാണ് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രവേശിക്കാൻ അർഹതയുള്ളവർ. സങ്കീർത്തനം 15. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആരാണ് വസിക്കുക? അങ്ങയുടെ കൂടാരത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗപ്രാപ്തി. ദൈവത്തോടു കൂടി ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെ അപവാദം പറഞ്ഞ് പരത്തുകയോ അവനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷത്തിന് കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ. ഇതെല്ലാം നമ്മൾ നികുതിയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. പക്ഷേ ഈ സാമ്പത്തികമായ ഇടപാടുകളിൽ സുതാര്യതയില്ലായ്മയും ഇങ്ങനെയുള്ള പ്രവൃത്തികളും ചെയ്യുന്നതെല്ലാം തിന്മയാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നീതിമാൻ ആരാണ്? നീതിയുടെ മാനദണ്ഡം എന്താണ്? നമ്മൾ യഥാർത്ഥമുള്ള വിശ്വാസിയുടെ മാനദണ്ഡം എന്താണ്? യഥാർത്ഥമുള്ള വിശ്വാസിയുടെ മാനദണ്ഡം, നമ്മൾ കത്തോലിക്കർ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ മുഴുവൻ സമയവും പങ്കെടുക്കുന്നു. അത് വിശുദ്ധിയുടെ അടയാളമാകുമോ? ഇല്ല. വിശുദ്ധിയുള്ളവരത് ചെയ്യുമ്പോഴേ അത് വിശുദ്ധിയുടെ അടയാളമാവുകയുള്ളൂ. വിശുദ്ധിയുള്ളവരോട് ആരും പറയേണ്ട കാര്യമില്ല, അവർ കൃത്യമായിട്ട് പൊക്കോളും. വിശുദ്ധിയില്ലാത്തവരത് ചെയ്യുമ്പോൾ അത് അവിശുദ്ധിയുടെ അടയാളമായിട്ട് മാറും. കള്ളത്തരം ചെയ്യുന്ന, നികുതി വെട്ടിക്കുന്ന ഒരാൾ പള്ളിയിൽ പോകുമ്പോൾ അയാൾക്കത് നീതിക്ക് കാരണമായി ഭവിക്കുമോ? ഇല്ല. അയാൾക്കൊരു പക്ഷേ അത് ശിക്ഷാവിധിക്ക് കാരണമായിട്ട് ഭവിക്കും. നമ്മൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ്, പുളിമാവാണ് നമ്മൾ. ആര്? ക്രൈസ്തവർ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയെ നമ്മൾ ശരിയാവണ്ണം പുളിപ്പിക്കേണ്ടത്, വെളിച്ചം കൊടുക്കേണ്ടത് ഒക്കെ, മനസാക്ഷിയായി തീരേണ്ടതൊക്കെ നമ്മളല്ലേ? ഇതോടനുബന്ധിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നമ്മുടെ മിഷൻ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ നമ്മളെപ്പോഴും വളരെ വാചാലമായിട്ട് സംസാരിക്കും. ഈ മിഷൻ പ്രവർത്തനത്തിൽ ഞാൻ പറയും, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ്റെ മനസ്സുകളെ യേശുവിൻ്റെ മൂല്യങ്ങൾ സ്വീകരിക്കാൻ പ്രാപ്തമാക്കുകയാണ്. യേശുവിൻ്റെ മൂല്യങ്ങൾ സ്വീകരിക്കാൻ പ്രാപ്തമാക്കുക. യേശുവിൻ്റെ മൂല്യങ്ങൾ സ്വീകരിച്ചാൽ പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്തുകൊള്ളും. ആരും പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ സുതാര്യത പാലിക്കണം എന്നൊക്കെ നമ്മളുടെ മാതൃകയിലൂടെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നവർ അവർ ക്രൈസ്തവരായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ആദർശശുദ്ധിയുള്ള, വിശ്വാസ ചൈതന്യമുള്ള, മിഷണറി ചൈതന്യമുള്ള ക്രൈസ്തവ സമൂഹമായിട്ട് മാറും. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും, നമ്മൾ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ്, ഈ ഭൂമിയുടെ പുളിമാവാണെന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. അത് നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചൊരു പുനർവിചിന്തനം നടത്താൻ ഈ സീസറിന് നികുതി കൊടുക്കണമോ എന്നുള്ള അവരുടെ ചോദ്യം നമുക്ക് പ്രചോദനമാകണം. കേവലം അതിനെ ഒരു കർത്താവിൻ്റെ നേരെ അവർ എറിഞ്ഞ ഒരു യേശുവിനെ കൊടുക്കാൻ വേണ്ടി ചില കാര്യമായി മാത്രമല്ല നമ്മൾ കാണേണ്ടത്. അതിലുപരിയായിട്ട് നമ്മൾക്കൊരു പരിചിന്തനം, നമ്മളെ ഒന്നുകൂടി ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. കർത്താവിടെ നികുതി കൊടുക്കണ്ടെന്നും പറഞ്ഞില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നത് സീസറിൻ്റെ നാണയമാണെങ്കിൽ, സീസറിന് അതിന് അവകാശമുണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുത്തുകൊള്ളുക.
അതിനകത്ത് വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. വേറെ ഒരു പരിഗണനയും അതിനകത്ത് പാടില്ല. ഞാൻ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ടും ഇന്ത്യയുടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരുപക്ഷെ അത് ബാധകമായിരിക്കാം. എങ്കിൽ പോലും എനിക്ക് കൂടുതലായിട്ടും അറിയാവുന്ന പശ്ചാത്തലമായതുകൊണ്ട് ഞാനിതിനെക്കുറിച്ച് പറയുന്നതാണ്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമതകളൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിൽ പോലും ഇനി ക്രൈസ്തവരുടെ ദൗത്യം ഇനിയല്ലെന്നും ഇത്തരത്തിലുള്ള മനസ്സിൻ്റെ ഒരു എവാഞ്ചലൈസേഷൻ, ഒരു ന്യൂ എവാഞ്ചലൈസേഷനാണ് എന്ന് ഞാൻ വിശ്വസിക്കുക. നമ്മുടെ പള്ളികളും നമ്മുടെ പള്ളിക്കൂടങ്ങളും നമ്മുടെ ആശുപത്രികളും നമ്മുടെ അനാഥാലയങ്ങളും വൃദ്ധമന്ദിരങ്ങളൊക്കെ പണിയുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പണം ഇപ്രകാരം നികുതിയൊന്നും വെട്ടിച്ച പണമല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. നമ്മളുപയോഗിക്കുന്ന പണത്തിനെല്ലാം കൃത്യമായ കണക്കുണ്ടാവുകയും കൊടുക്കേണ്ടടുത്ത് നികുതിയും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്ത് നമ്മൾ മുന്നേറുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആ സ്ഥാപനങ്ങൾ, നമ്മുടെ ആരാധനാലയങ്ങൾ ധാർമ്മികമായി മാറും. അല്ലെങ്കിൽ അവയെല്ലാം അധാർമികതയുടെ പ്രതീകങ്ങളായിട്ട് നിലനിൽക്കും. നമ്മൾ പള്ളി നന്നായിട്ടുണ്ടാക്കി അതിന് മേടിച്ച സാധനമൊക്കെ പകുതി നികുതി വെട്ടിച്ചതാണെങ്കിൽ ആ പള്ളിയിലെ ആരാധന അത്രയും അങ്ങോട്ട് ശോഭനമല്ല, അല്ലെങ്കിൽ ദൈവത്തിന് പ്രീതികരമാവുകയില്ല. നമുക്കറിയാം എന്തുകൊണ്ടാണ് കായേൻ്റെ കാഴ്ച വസ്തുക്കളെ ദൈവം നിരസിച്ചത്. നമുക്കറിയത്തില്ല കൃത്യമായിട്ട്. എങ്കിൽ പോലും ആബേലിൻ്റേത് കർത്താവ് സ്വീകരിച്ചു, കായേനെ തള്ളിക്കളഞ്ഞു. പിന്നീട് പറയുന്നൊരു സംസാരത്തിൽ നിന്നത് വ്യക്തമാണ്, നീ നല്ലതുപോലെ ചെയ്തിരുന്നെങ്കിൽ അത് സ്വീകരിക്കുമായിരുന്നില്ലേ? അപ്പോൾ എവിടെയോ നല്ലത് ചെയ്തില്ല. കാഴ്ച അർപ്പിച്ചവൻ അതിലൊന്നും ഒരു കുറവും വരുത്തിയില്ല. പക്ഷെ അവൻ്റെ കാഴ്ച സ്വീകാര്യമായില്ല ദൈവത്തിന്. അതിൻ്റെ കാരണം ഇതാണ്, കാഴ്ചയുടെ വസ്തുക്കളിലല്ല, അതെങ്ങനെ അർപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അർപ്പകൻ്റെ മനസ്സാക്ഷി എങ്ങനെയാണ്, അർപ്പകൻ്റെ ആ മനോഭാവം എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് ദൈവം വിധിക്കുന്നത്. ദൈവം നമുക്ക് നീതി തരിക അങ്ങനെയാണ്. അതുകൊണ്ട് കേവലം നമ്മുടെ ബാഹ്യമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഇപ്രകാരം നിയമാനുസൃതമാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അത് നടത്തുമ്പോഴാണ് അതെല്ലാം ധാർമ്മികമായിട്ട് തീരുക. അങ്ങനെ ധാർമ്മികമായ ഒരു ജീവിത ശൈലി നമുക്ക് കെട്ടിപ്പടുക്കുവാനായിട്ട് കഴിയട്ടെ. എല്ലാ തലങ്ങളിലും എളുപ്പമാണ് എന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടാകും. പക്ഷേ അങ്ങോട്ടാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത്. പൗലോസ്ലീഹ പറയുന്നത് പോലെ ഞാൻ ഓടുകയാണ്, ഞാൻ ലക്ഷ്യത്തിലെത്തിച്ചേർന്നു എന്ന് അവകാശപ്പെടുന്നൊന്നുമില്ല. പക്ഷേ എങ്കിലും ആ ലക്ഷ്യം മറന്നിട്ട് നമ്മൾ ഓടാൻ പാടില്ല, ഓട്ടം നിർത്താനും പാടില്ല. നമുക്കങ്ങനെ ഓടുമ്പോൾ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അതിനടുത്തെങ്കിലും ചെന്ന് തളർന്നു വീഴാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ സ്വർഗത്തിലെ മാത്രം നല്ല പൗരന്മാരായിരുന്നാൽ പോരാ, ഈ ഭൂമിയിലേതുമാകണം. ഭൂമിയിൽ സ്വർഗം നമ്മൾ സൃഷ്ടിക്കണം. സ്വർഗം എന്ന് പറയുന്നത് അപ്പുറത്ത് മാത്രമല്ല, ഈ ലോകത്തിനപ്പുറത്ത് മാത്രമല്ല, ഈ ലോകത്തിൽ തന്നെ സ്വർഗമുണ്ടാകണം. ആ സ്വർഗമുണ്ടാകണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള നിയമ അനുഷ്ഠാനമല്ല അനുസരണം നമുക്കുണ്ടാവണം. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും നമ്മൾ മാതൃകയായി തീരണം എല്ലാ കാര്യത്തിലും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് കഴിയും, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ സഭാ സമൂഹങ്ങൾക്ക്, നമ്മുടെ ഈ ചട്ടക്കൂടുകൾക്ക്, നമ്മുടെ ഈ സിസ്റ്റം, നമ്മുടെ എല്ലാത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്ക് അർത്ഥമുണ്ട് എന്ന്. അങ്ങനെ അർത്ഥമുള്ള, മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് അർത്ഥം തോന്നിക്കത്തക്ക രീതിയിൽ, ഇതിലേക്ക് കടന്നു വരാൻ തോന്നത്തക്ക രീതിയിലുള്ള ഒരു സമൂഹത്തിൻ്റെ പ്രവർത്തനമായിട്ട് നമ്മുടെ ജീവിതം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. കർത്താവേ, അനീതിയും അഴിമതിയും ഒക്കെ നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ലോകമെന്നും അങ്ങനെയാണെന്ന് ആയിരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് അറിവുള്ളൂ. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെയും ഇത്തരത്തിലുള്ള ധാരാളം അനീതികൾ നടക്കുന്നു. കർത്താവെ, ഞങ്ങളെയെങ്കിലും അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി ഞങ്ങളുടെ സമൂഹങ്ങളും മറ്റ് പൊതുസമൂഹത്തിന്, ഞങ്ങളുടെ രാജ്യത്തിനെല്ലാം മാതൃകയായി തരുവാൻ
അങ്ങനെ ഈ ലോകത്തെ പുളിപ്പിക്കുവാൻ, മുഴുവൻ ആളുകളെയും ആ ആശയത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഈ ലോകത്തിന് പ്രകാശമായിട്ട് തീരുവാൻ, ഇതിൻ്റെ മനസ്സാക്ഷിയെ തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു.